ഫ്രണ്ട്സ് കിച്ചൻ്റെ പുതുവത്സര എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതുവത്സരമായിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നൊരു കേക്കാണ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കേക്കാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്കാണ്. പുതുവത്സരമായിട്ട് നമുക്കൊരു മധുരത്തിൽ നമ്മുടെ പുതുവത്സരം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ, പുതുവത്സരം മുഴുവൻ ലാസ്റ്റ് വരെ ഡിസംബർ 31 വരെ നിങ്ങൾക്ക് മധുരം നിറഞ്ഞതാവട്ടെ പുതുവത്സരം എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ കേക്കിൻ്റെ വീഡിയോ കാണാം. ഈ റെസിപ്പി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. അത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണ മുട്ടയായിരിക്കണം. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതൊരു ഹാൻഡ് വിസ്കർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പദമാതിരിയായിട്ട് നന്നായിട്ട് കലങ്ങി വരും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കേണ്ട നിർബന്ധമില്ല, പക്ഷെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ആദ്യം 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നോളൂ. ഇവിടെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി സെയിം ഹാൻഡ് വിസ്കർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്ത് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടങ്ങ് മിക്സായി വന്നു. ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം നിങ്ങൾ ബീറ്റ് ചെയ്യണം, ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അധിക സമയം നമുക്ക് ബീറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് കാര്യമൊപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായി വന്നു കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഓയിലിൽ ഇത് നല്ലൊരു ബാറ്റർ ആവില്ല. ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ പാല് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമാണ് പിന്നെ മിക്സ് ചെയ്യാനായിട്ട്. ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ വെനില എസൻസ്, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേമാതിരി ലെമൺ എസൻസ് ഉണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റാണ് കേക്കിന്. ഇത് നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലായാലും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാലെടുക്കുകയാണെങ്കിലും കേക്കിന് ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് വീർത്ത് വരുമ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടും. എക്സ്ട്രാ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. 1/4 കപ്പ് വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ പാല് മാത്രം മതി. ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ആക്ച്വലി ഞാനിത് ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കാനായിട്ട് സോക്ക് ചെയ്ത് വെച്ചതിൽ ബാക്കിയുള്ളതാണ്. ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്താണെങ്കിലും പക്ഷെ ഒരുപാടൊന്നുമില്ല. ആ ഒരു കുറച്ച് ആ ഫ്രൂട്ട്സ് മോഡ്, ഡ്രൈ ഫ്രൂട്ട്സ് മോഡ് ഒന്ന് മിക്സായി വരുന്ന ഓറഞ്ച് ജ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണക്ക് ഞാനിവിടെ പറയുന്നില്ല. നമ്മളിപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് അതിനകത്ത് ഇട്ട് ചേർക്കുകയാണ്. ഇതിനകത്ത് ഈന്തപ്പഴം എല്ലാതും ഉണ്ട്. മുന്തിരി, അതേമാതിരി എന്നാ പറയുക, ആപ്രിക്കോട്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ ഞാനിതൊരു 3 കപ്പ് 1/4 കപ്പിൻ്റെ വീതമാണ്. 1/4 കപ്പിൻ്റെ അളവാണ് ഞാൻ എടുക്കുന്നത്. അതിപ്പോൾ കപ്പ് കണക്കൊന്നും വേണ്ട, കുറച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അടക്കമാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവൻ എടുക്കാം. ഇത് സോക്ക് ചെയ്ത് വെക്കേണ്ട നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാനിതിപ്പോൾ ക്രിസ്മസിന് ബാക്കി വന്ന കാരണം അത് വെച്ച് ചെയ്തെന്നേ ഉള്ളൂ. ഇത് സോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കുറച്ച് മൈദയിൽ ചേർത്തിട്ട് ഒന്ന് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. മൈദയ്ക്കകത്ത് ചേർത്തില്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചിലപ്പോൾ താഴ്ത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ലെമൺ സെസ്റ്റാണ്. അത് ലെമൺ അല്ല, ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ജസ്റ്റ് ഒന്ന് എന്നാ പറയുക,
ഇതേപോലെ ചെയ്തെടുത്തതാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ഇത് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർത്ത് കിടന്ന് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ ഓവനും ചൂടാക്കാൻ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ കുക്കറും പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് ഓവൻ ചെയ്യേണ്ടത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. അതെല്ലാ കേക്കിനും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. നമ്മുടെ ബേക്കിംഗ് ട്രേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും സെയിം ഇതിൽ തന്നെയാണ് പറയാറ്, പാനായാലും എന്തായാലും. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ അത് എയർ ബബിൾസ് എല്ലാം പൊട്ടിപ്പോയിക്കോളും. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് പ്രീഹീറ്റ് ആയിക്കഴിഞ്ഞാൽ 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30-35 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മോൾഡ് കണ്ടോ, ഇച്ചിരി പരന്നതാണ്. അപ്പോൾ അത് അധികം ഉണ്ടാവില്ല, വീർത്ത് വരുമ്പോൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അധികം സമയം വേണ്ടി വരില്ല, 25 മിനിറ്റ് എങ്ങാനേ വേണ്ടി വരത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട വട്ടത്തിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊക്കത്തിലല്ലേ ഇരിക്കുക. അപ്പോൾ എങ്ങനെയായാലും ഒരു 35-40 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. ഒരു സ്ക്യൂവർ ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ഓൾറെഡി നോക്കിയതാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി 25 മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പ്രത്യേകിച്ച് ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് ചേർത്താണ്, കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.